السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ തങ്ങൾ റസാഖ് ഹൈതമി, ബഹുമാനപ്പെട്ട ഡോക്ടർ MT അബൂബക്കർ സാഹിബ്, ഈ കൂടിച്ചേരലിൻ്റെ അധ്യക്ഷൻ മുഹമ്മദ് ജവാദ്, സ്വാഗതം പറഞ്ഞ മുഹമ്മദ് റഷാദ്, പ്രിയപ്പെട്ട ഈ മഹല്ലത്തിൻ്റെ എല്ലാമായ കാരണവന്മാർ, സ്നേഹനിധികളായ ഉമ്മ പെങ്ങന്മാരെ, ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചാലക ശക്തികളായ പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, ഇൻഷാ അല്ലാഹ് വലിയ പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കാനുള്ളത് കൊണ്ട് തന്നെ കാര്യമായിട്ട് ഒന്നും പറയുന്നില്ല. ഒന്ന് രണ്ട് വാക്കുകളിൽ ഈ പുതിയ രാവിലേക്ക്, പുതിയ പ്രഭാതത്തിലേക്ക് ഉണരാൻ പോകുന്ന നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥന, ഒരു ആശംസ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മുടെ വ്യാവഹാരിക ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് മാറ്റി നിർത്താനാവാത്ത വിധം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ കലണ്ടർ, ഗ്രിഗോറിയൻ കലണ്ടർ, AD എന്ന് പറയുന്ന വർഷം തീരുമാനിക്കുന്ന രീതി, അനോഡോമിനി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിലെ ഒരു വർഷം മാറുന്നത് നമ്മെ എങ്ങനെയായാലും അത് ബാധിക്കുന്ന കാര്യം തന്നെയാണ്. ലോകം മുഴുവനും ആഘോഷത്തിൻ്റെ തിമിർപ്പിൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കപ്പെടുന്ന രാത്രി, ഏറ്റവും കൂടുതൽ വ്യഭിചരിക്കപ്പെടുന്ന രാത്രി, എല്ലാ തിന്മകളുടെയും മേച്ചിൽപ്പുറങ്ങളിൽ എല്ലാം മറന്ന് അവൻ്റെ ആത്മീയതയ്ക്ക് വില കൊടുക്കാതെ മനുഷ്യൻ മെറ്റീരിയലിസത്തിൻ്റെ ലോകത്ത് സന്തോഷം തേടാൻ വേണ്ടി മാത്രം ജീവിതവും ജീവനും ഹോമിക്കുന്ന രാത്രി. നമുക്കിത് ചിന്തിക്കാനും വരും കാലത്തേക്കുള്ള ഊർജം നേടിയെടുക്കാനുമുള്ള സമയമാണ്. ഓരോ രാവും പകലും മിന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതുൽ ലിഉലിൽ അൽബാബ്. ഓരോ രാവും പകലും മാറി മാറി വരുന്നതിൽ ബലാർക്കൻ അങ്ങ് കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ച് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അരുണാഭമായ ശോഭയോടുകൂടെ അസ്തമിക്കുന്നത് വരെ ഇരുൾ മുറ്റിയ രാത്രി കടന്നു വന്ന് മെല്ലെ മെല്ലെ പ്രഭാതത്തിലേക്ക് കടന്നു പോകുന്നത് വരെ ഓരോ നിമിഷവും നമുക്ക് ചിന്തിക്കാനുള്ളതാണ്. ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ വിചാരണക്കെടുക്കും മുമ്പ്, നിങ്ങളോട് വിചാരണ ചെയ്യപ്പെടും മുമ്പ് നിങ്ങൾ സ്വയം വിചാരപ്പെടണേ എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മോട് പറയുന്നു. 2023 കലണ്ടർ ഇന്നത്തെ പകലോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി വിട പറഞ്ഞു. ഇനി നമ്മുടെ ചുമരുകളിൽ ആ കലണ്ടറിൻ്റെ ആവശ്യമില്ല. നമ്മുടെ കല്യാണങ്ങളും നമ്മുടെ സൽക്കാരങ്ങളും നമ്മുടെ ഉദ്ഘാടനങ്ങളും നമ്മുടെ ജീവിതവും നമ്മുടെ എല്ലാം ഇനി വരാൻ പോകുന്ന 2024 കലണ്ടറിലാണ് നമ്മൾ എല്ലാം നോക്കാനിരിക്കുന്നത്, എല്ലാം നമ്മളോട് ഒത്തുചേരാനിരിക്കുന്നത്. 2023 മനുഷ്യകുലത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേട്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും ഒരു കാലമായിരുന്നു. 2023 നൽകിയ ഏറ്റവും വലിയ കണ്ണുനീരേതെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ പറഞ്ഞുവല്ലോ, ഒസൈന മുസൽമാന്റെ രക്തമാണ്. ഇപ്പോഴും നിലക്കാത്ത വെടിയൊച്ചകളാണ് ഒഴുകുന്ന ചോരപ്പുഴയാണ്. 22,000-ഓളം മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയിരിക്കുന്ന ഔദ്യോഗിക കണക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ ഭീകരമായി ലക്ഷക്കണക്കിന് വീടുകൾ, 2.25 ലക്ഷത്തോളം വീടുകൾ, 1000 ചില്ലാനം ഹോസ്പിറ്റൽ, 1000 ചില്ലാനം സ്കൂളുകൾ, 1000-ഓളം ഹോസ്പിറ്റലുകൾ, സൗകര്യങ്ങളെല്ലാം തകർക്കപ്പെട്ട ഭീതിതമായ ഒരു കാലം. ചില സന്തോഷങ്ങളുമുണ്ട് മനുഷ്യകുലത്തിന്.
ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് മനുഷ്യകുലം മെല്ലെ മെല്ലെ അവൻ അകപ്പെട്ടു പോയ പ്രയാസങ്ങളിൽ നിന്ന് അവന്റെ ജീവിതത്തെ പിടിച്ചെടുക്കാൻ, തിരിച്ചു പിടിക്കാൻ ശ്രമിച്ച കാലം ഇസ്രായേൽ എന്ന് പറയുന്ന ലോകം മുഴുവനും എന്തോ ഒരു അഭൂതപൂർവമായ വസ്തുവാണെന്ന് കരുതി ഒന്നും ചെയ്യാൻ കഴിയാത്ത, മൊസാദറിയാതെ ഒരില പോലും ലോകത്തലങ്ങില്ലെന്ന് ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു പഠിപ്പിച്ച ഇസ്രായേൽ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്, ആ രാജ്യം എത്രമേൽ ദുർബലമാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ വ്യക്തമായ വർഷം 2024 നമ്മിലേക്ക് കടന്നു വരികയാണ്. 2024 നമ്മെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ആശങ്ക ഏതെന്നറിയുമോ? ഇന്ത്യ മഹാരാജ്യം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മുഖ്യമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയായി നിലനിൽക്കുമോ എന്ന ചോദ്യമുയരുന്ന ഒരു വലിയ ഇലക്ഷനിലേക്ക് കടന്നു പോകുന്ന വർഷമാണ്. ഈ വർഷമാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗധേയം നിർണയിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇന്ത്യയിലെ മുസൽമാന്, ലോകത്തെ സകലമാന മാനവരും ജനാധിപത്യത്തെ, മതേതരത്വത്തെ, ഇന്ത്യ എന്ന് പറയുന്നത് ക്രാഡിൽ ഓഫ് സിവിലൈസേഷൻ, മാനുഷിക മൂല്യങ്ങളുടെ, മാനുഷിക സംസ്കാരങ്ങളുടെ കലിത്തൊട്ടിലായ ഇന്ത്യ എന്ന മഹാരാജ്യം എവിടേക്കാണ് 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭാഗധേയമെന്ത് എന്ന് തീരുമാനിക്കപ്പെടുമാറ്, ഇന്ത്യയെ അത്രമേൽ സ്വാധീനിക്കുമാറ് ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന കാലമാണ് നമ്മുടെ കൺമുന്നിലുള്ളത്. അങ്ങനെ ഒരുപാട് ആശങ്കകളുടെയും ഒരുപാട് ആശകളുടെയും മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പങ്കുവെക്കാനുള്ള ഏറ്റവും വലിയ വിഷമമെന്നറിയുമോ? നമുക്ക് പങ്കുവെക്കാനുള്ള ഏറ്റവും വലിയ ആശങ്ക എന്തെന്നറിയുമോ? അഷ്റഫായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ബദഅൽ ഇസ്ലാമു ഗരീബാ വസയഊദു കമാ ബദഅ. എല്ലാ തിന്മകളും മരങ്ങ് വാഴുന്ന ഒരു കാലം, ലോകത്ത് നിന്ന് പറിച്ചു മാറ്റപ്പെട്ട, കുഴിച്ചു മൂടപ്പെട്ട എല്ലാ തിന്മകളും, എല്ലാ മൂല്യനിരാസങ്ങളും, എല്ലാ അധർമ്മങ്ങളും ലോകത്ത് പടർന്നു പിടിക്കുന്ന ഒരു കാലം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അല്ലാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ, ഒരു വിഭാഗത്തെ അല്ലാഹു നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ, നുസിഅ മിൻഹുൽ ഹയാ, അവനിൽ നിന്ന് ഹയാഇനെ, ലജ്ജയെ ഊരിമാറ്റുന്നതാണ്. കേരളത്തിന്റെ അറിയപ്പെട്ട എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന് രചനയുണ്ട്, ചെവിയോർക്കുക അന്തിമകാഹളം. ചെവിയോർക്കുക അന്തിമകാഹളം. നമ്മുടെ മുന്നിലേക്ക് അന്തിമകാഹളത്തിന്റെ വിളിയാളം എത്താൻ സമയമാകുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മുന്നറിയിപ്പായി പറഞ്ഞു പോയതെല്ലാം നമ്മുടെ കൺമുന്നിൽ നടമാടുകയാണ്. ഓരോ വർഷം കഴിഞ്ഞു പോകുന്തോറും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവല്ലോ, ഖൈറുൽ ഖുറൂനി ഖർനീ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല കാലം, ഏറ്റവും നല്ല തലമുറ, ഏറ്റവും നല്ല കാലഘട്ടം അതെന്റെ കാലഘട്ടമാണ്. അതിന് തുടർന്ന കാലഘട്ടമാണ് പിന്നെ അതിനോട് തുടർന്ന് വരുന്ന കാലഘട്ടമാണ്. ലോകം എത്ര പിന്നോക്കം പോകുന്നുവോ, ലോകത്തിന്റെ ചരിത്രം എത്ര പിന്നോക്കം കടന്നു പോകുന്നുവോ, ലോകത്തിന്റെ ഭാവി മുന്നോട്ട് എത്ര പോകുന്നുവോ, ശാസ്ത്രീയമായി, സാമ്പത്തികമായി, സാങ്കേതികമായി, രാഷ്ട്രീയമായി, സാംസ്കാരികമായി എല്ലാം ഉയർച്ചയാണെന്ന് മനുഷ്യൻ വാദിക്കുമ്പോഴും മനുഷ്യൻ അവൻ തിന്മയുടെ പിന്നാമ്പുറങ്ങളിലേക്ക്, ലോകത്ത് കുഴിച്ചു മൂടപ്പെട്ട എല്ലാ അധർമ്മത്തിന്റെയും മൂല്യനിരാസത്തിന്റെയും തമോഗർത്തങ്ങളിലേക്ക് ആപതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ദ്യോതിപ്പിക്കുന്നത്. ഒരു കലണ്ടറുമായുമ്പോ കഴിഞ്ഞ കലണ്ടറിനേക്കാൾ ഭീകരമായിട്ടല്ലാതെ ഈ കലണ്ടർ കടന്നു വരുന്നില്ല. കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, മദ്യപാനത്തിന്റെ ലഹരിയുടെ ഇന്റൻസിറ്റി വർദ്ധിക്കുന്നു, മനുഷ്യൻ തമ്മിലുള്ള പോരാട്ടങ്ങളുടെ, യുദ്ധങ്ങളുടെ, പിടിച്ചടക്കലുകളുടെ, വീറിന്റെ വാശിയുടെ, മനുഷ്യന്റെ അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെ
എല്ലാത്തിൻ്റെയും ഗ്രാഫ് ഉയരുന്നു എന്നല്ലാതെ, ലോകം മുന്നോട്ട് പോകുന്തോറും തിന്മ വർദ്ധിക്കുന്നുവെന്നല്ലാതെ പ്രത്യാശപ്പെടാനൊന്നുമില്ലാത്ത വിധം വല്ലാതെ നിസ്സഹായനായി പോകുന്ന കാലം. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അല്ലാഹു തആല ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ നുസിഅ മിൻഹുൽ ഹയാ, അവനിൽ നിന്ന് ലജ്ജ ഊരി മാറ്റപ്പെടുന്നതാണ്. ലജ്ജയില്ലാത്ത ആണുങ്ങൾ, ലജ്ജയില്ലാത്ത പെണ്ണുങ്ങൾ, ലജ്ജയില്ലാത്ത മനുഷ്യൻ ജന്തുജാലങ്ങളെപ്പോലും നാണിപ്പിക്കുമാർ, ലോകത്തെ മറ്റുള്ള ജന്തുജാലങ്ങളെപ്പോലും നാണിപ്പിക്കുമാർ മനുഷ്യൻ ലജ്ജയില്ലാത്തവനാകുന്നു. അതിഭീകരമായി മനുഷ്യൻ അവനെ തന്നെ മറന്നുപോകുന്നു, സംസ്കാരമില്ലാത്തവനാകുന്നു. ലജ്ജ ഊരി മാറ്റപ്പെട്ടാൽ അള്ളാഹുവിന്റെ ശാപം അവന്റെ മേലുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ശാപം ഒരാളിൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ വഞ്ചകനാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അവനിൽ നിന്ന് അല്ലാഹു തആല അമാനത്തിനെ ഉയർത്തിക്കളയുന്നതാണ്, വിശ്വസ്തതയെ ഉയർത്തിക്കളയുന്നതാണ്. അവനെ വിശ്വസിക്കാൻ പറ്റില്ല. അവൻ കടം വാങ്ങിയാൽ തിരിച്ചു തരില്ല, അവൻ പറഞ്ഞ വാക്ക് പാലിക്കില്ല. അവനിൽ നിന്ന് വിശ്വാസ്യത അല്ലാഹു ഉയർത്തിക്കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസ്യത ഉയർത്തിക്കളഞ്ഞാൽ പിന്നെ അവൻ ആരെയും ചതിക്കാം, എങ്ങനെയും ചതിക്കാം. ചതിയന്മാരുടെ ലോകത്തുകൂടെയാണ് കടന്നു പോകുന്നത്. നോക്കൂ നിങ്ങൾ, ഈ അടുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവട്ടെ രണ്ടുപേരും പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. എന്താണെന്നറിയോ? അടുത്ത കാലത്ത് ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമെന്ന് പറഞ്ഞാൽ AI ഉപയോഗിച്ചുകൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ പദങ്ങൾ കടന്നു വരുന്നു. 2023 മലയാള വാക്ക് ഏത് എന്ന ചർച്ചയുണ്ട്. അതിൽ 2 വാക്കുകളാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഒന്ന് നിർമ്മിത ബുദ്ധി, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ, ഡീപ്പ് ഫേക്ക് വീഡിയോകളിലൂടെ മനുഷ്യനെ വഞ്ചിക്കുകയും മനുഷ്യരിൽ നിന്ന് പണം പിടുങ്ങുകയും ചെയ്യുന്ന ഒരു കാലം, ഒരു വല്ലാത്ത കുറ്റകൃത്യം ഇന്ത്യ രാജ്യത്തെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് നമ്മുടെ ഭരണകൂടങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ആരെയും ചതിക്കാം. പ്രിയപ്പെട്ട ഉമ്മാനെയും പിതാവിനെയും സഹോദരനെയും സഹോദരിയെയും ആരെയും ചതിക്കാൻ കഴിയുന്ന മനുഷ്യന്മാരുടെ ഒരു കൂട്ടം അള്ളാന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, അവസാന കാലഘട്ടത്തിൽ 100 പേർ ഒരുമിച്ച് കൂടിയിടത്ത് നിന്ന് ഒരു വിശ്വസ്തനെ തെരഞ്ഞെടുക്കാൻ കഴിയാത്ത വിധം മനുഷ്യരുടെ കൂട്ടത്തിൽ വഞ്ചകന്മാർ വർദ്ധിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ചതിയനായി മാറിയാൽ അള്ളാന്റെ ഹബീബ് പറയാണ്, അവന്റെ മനസ്സിൽ നിന്ന് അല്ലാഹു തആല കാരുണ്യത്തെ ഉയർത്തിക്കളയും. കാരുണ്യമെന്ന് പറയുന്ന, റഹ്മത്ത് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആദ്യമായി പരിചയപ്പെടുത്തിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ അത്യുന്നതമായ വിശേഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയ ഈ ലോകത്തെ എല്ലാ ഔന്നത്യത്തിന്റെയും നിലനിൽപ്പിന്റെ കേന്ദ്രമായ ആ കാരുണ്യം കൊണ്ടാണ് നമ്മൾ ഇത്രമേൽ വളർന്നു പന്തലിച്ചത്. ഉമ്മാക്ക് മക്കളോടുള്ള കാരുണ്യം, പിതാവിന് മക്കളോടുള്ള കാരുണ്യം, ഭർത്താവിന് ഭാര്യയോടുള്ള കാരുണ്യം, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കാരുണ്യം, മനുഷ്യന് സഹജീവിയോടുള്ള കാരുണ്യം. ലോകത്തെ എല്ലാ ജന്തുജാലങ്ങളും പരസ്പരം കാരുണ്യത്തിലൂടെയാണ് ഇന്ന് കാണുന്ന ഔന്നത്യം ലോകം നേടിയെടുത്തിരിക്കുന്നത്. എന്നാൽ മനുഷ്യരിൽ നിന്ന് അല്ലാഹു തആല കാരുണ്യം ഉയർത്തിക്കളയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം പൈതലിനെ പോലും കൊല്ലാൻ മടിയില്ലാത്ത കാലം. എത്ര വാർത്തകൾ വായിച്ചു നമ്മൾ. സ്വന്തം കുഞ്ഞിനെ പോലും കൊല്ലുന്ന കാലം. മിനിയാന്ന് ഒരു ദമ്പതിമാര് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? അവരുടെ വേദന നമുക്ക് സഹിക്കാൻ കഴിയുമോ? നമ്മുടെ പൈതലിൻ്റെ ശരീരത്തിലെ ഊഷ്മാവിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ വരുമ്പോഴേക്ക് നമ്മൾ എടുത്തോടുകയാണല്ലോ ഹോസ്പിറ്റലിലേക്ക്. വല്ലാത്ത ഭയമാണല്ലോ, ആശങ്കയാണല്ലോ. കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലുകയാണ് കിണറ്റിലേക്ക്. കാരണം ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ പോറ്റാനുള്ള സാഹചര്യമില്ല എന്നാണ് പറയുന്നത്. മനുഷ്യന് മൃഗത്തിൻ്റെ വില പോലുമില്ലാത്ത പഴയകാലത്ത് പൂച്ചകളെ കരകടത്താറുണ്ടായിരുന്നു, നമ്മൾ കരകടത്താറുണ്ടായിരുന്നു.
അതുപോലെ മനുഷ്യനെ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ കരകടത്തുന്ന കാലം, കൊന്നുകളയുന്ന കാലം, പ്രായമായ പിതാവിനെ, മാതാവിനെ, എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെയൊക്കെ പ്രായമായ ഒരു തലമുറയുണ്ടല്ലോ, നമ്മുടെയൊക്കെ ഭാവി എന്താകുമെന്ന് വല്ലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വാർദ്ധക്യത്തെ ഭാരമായി കാണുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, കാരുണ്യത്തിന്റെ ചിറകുകൾ മാതാപിതാക്കൾക്ക് താഴ്ത്തിക്കൊടുക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. ആ ചിറകളില്ലാതെയാവുകയും കാരുണ്യമില്ലാതെയാവുകയും ഇങ്ങോട്ട് ലാഭമില്ലാത്തതെല്ലാം വലിച്ചെറിയപ്പെടേണ്ടതാണെന്നും ബന്ധങ്ങൾക്ക് വിലയില്ലെന്നും പഠിപ്പിക്കപ്പെടുന്ന മെറ്റീരിയലിസത്തിന്റെ ലിബറൈസേഷന്റെ ഒരു കാലമാണ് മുന്നിൽ നിൽക്കുന്നത്. മനുഷ്യൻ നിന്ന് അല്ലാഹു റഹ്മത്തിനെ ഉയർത്തിക്കളയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യം കൂടെ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഉയർത്തപ്പെട്ടു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന മൂടുപടം, ഇസ്ലാം എന്ന വസ്ത്രം, ഇസ്ലാം എന്ന സൗന്ദര്യം, ഇസ്ലാം എന്ന ആഭരണം അവനിൽ നിന്ന് അല്ലാഹു തആല എന്നേക്കുമായി എടുത്തുയർത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം തന്നെ കളഞ്ഞു പോകും. എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ലജ്ജയില്ലായ്മയിൽ നിന്ന് ആരംഭിക്കുന്നത്. അത് ഇസ്ലാം തന്നെ നഷ്ടപ്പെടുന്നതിലേക്ക് ഘട്ടങ്ങളായി കടന്നു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 പേര് നിർബന്ധമായും സ്വർഗത്തിൽ കടക്കുകയില്ല. 3 പേര് നിർബന്ധമായി സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാരാണ്? മുദ്മിനുൽ ഖംർ, മദ്യപാനിയാണ്, മദ്യത്തിന് ആസക്തി ബാധിച്ചു പോയ മനുഷ്യനാണ്, മദ്യത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ജീവിതം ഹോമിക്കുന്നവനാണ്, അവന് സ്വർഗമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത് മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുന്നവനാണ്, മാതാപിതാക്കളോട് കാരുണ്യം ചെയ്യാത്തവനാണ്, അവരോടുള്ള അദബുകൾ പാലിക്കാത്തവനാണ്, അവരെ വേദനിപ്പിക്കുന്നവനാണ്. അവസാന കാലത്തിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണല്ലോ, ഉമ്മമാരെ ദ്രോഹിക്കുന്ന മക്കളുണ്ടാകും. പിന്നെയോ സുഹൃത്തുക്കൾക്ക് വേണ്ടി പിതാക്കന്മാരെ മാറ്റി നിർത്തുന്ന, പിതാക്കന്മാരുമായി ദൂരം കാക്ഷിക്കുന്ന, അവരെ വിദൂരത്താക്കുന്ന മക്കളുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് പറയുന്നില്ല. മൂന്നാമത്തവൻ നബി തങ്ങൾ പറഞ്ഞത് ദയ്യൂസാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ആരാണ് ഈ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ്റെ കുടുംബത്തിലും അവൻ്റെ ഭാര്യയിലും അവൻ്റെ മക്കളിലും അവൻ്റെ പ്രിയപ്പെട്ടവരിലും തിന്മകൾ നടന്നിട്ട് അത് തടയാത്തവനാണ് ദയ്യൂസ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം ദയ്യൂസിങ്ങളുടെ കയ്യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാർ ഭാര്യമാരെ കാഴ്ചക്ക് വെച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ പറയും 6-ാം നൂറ്റാണ്ടെന്ന് വണ്ടിയിട്ടാത്ത മൂല്യരെന്ന് പറയും. ഒരു ചാനൽ തുടങ്ങുന്നു, ആർക്കും തുടങ്ങാം ഒരു യൂട്യൂബ് ചാനൽ, ആർക്കും തുടങ്ങാം ഒരു ഫേസ്ബുക്ക് ചാനൽ. ഒരു ചാനൽ തുടങ്ങുന്നു, 1-2 കണ്ടന്റുകൾ ഇടുന്നു, ലൈക്ക് കുറവാണ്, കയറുന്നില്ല. ഉടനെ അവൻ്റെ ഭാര്യയെ ഉടുത്തൊരുക്കി സുന്ദരിയായ ഭാര്യയെ പുറത്തിറക്കുന്നു, അവളുമായി കണ്ടന്റ് ചെയ്യുന്നു. ഒന്നുമില്ലാതിരുന്നവൻ 1K അടിക്കുന്നു, ലക്ഷമടിക്കുന്നു, 1 മില്യൺ അടിക്കുന്നു. ഓൻ സമൂഹത്തിൽ വലിയ ആളാകുന്നു, ഉദ്ഘാടനങ്ങൾ ഉണ്ടാകുന്നു, നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഈ വീഡിയോകൾ കാണാൻ നമ്മിൽ പലരും അതിൻ്റെ അടിയിൽ പോയിട്ട് മാഷാ അല്ലാ എന്നെഴുതാൻ ഒരുപാട് സാധുക്കളും. ദയ്യൂസിങ്ങളുടെ കാലം. ഭാര്യമാരുടെ സൗന്ദര്യം, സ്വന്തം പെൺമക്കളുടെ സൗന്ദര്യം, സ്വന്തം പ്രിയപ്പെട്ടവരുടെ സൗന്ദര്യം, ഉമ്മാന്റെ സൗന്ദര്യം മറ്റുള്ളവർക്ക് മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് പണം പിടുങ്ങുന്നവർ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നരകത്തിൻ്റെ വറകാണെന്ന് മുഹമ്മദ് മുസ്തഫ
അങ്ങനത്തെ ഒരു കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ പറഞ്ഞ എല്ലാ തരത്തിലുമുള്ള ആളുകൾ നമ്മുടെ കൺമുന്നിലുണ്ട്. അന്ത്യനാളിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരിടത്ത് പറഞ്ഞു, അക്കാലഘട്ടത്തിൽ വിഡ്ഢികൾ സംസാരിക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിവരമില്ലാത്തവൻ ആളാകുന്ന കാലം, ഒരു വിവരവുമില്ലാത്തവർ സമൂഹത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാലം, എല്ലാ നിലക്കും ലോകത്തിന് പ്രതീക്ഷിക്കാനൊരു വകയുമില്ലാത്ത വിധം ലോകം അന്ധകാരത്തിലേക്ക് തിന്മയിലേക്ക് കടന്നു പോകുന്ന ഒരു സമയം, ഓരോ യാമങ്ങളും വല്ലാതെ ഭീതിപ്പെടുത്തുന്ന സമയങ്ങൾ. ആ ഒരു വല്ലാത്ത കാലത്തേക്ക് നമുക്കറിയാം, ഇന്നലെ കഴിഞ്ഞു പോയതിനേക്കാൾ കയ്പാണ് നാളെയെന്ന്, ഇന്നത്തേതിനേക്കാൾ ഇരുട്ടാണ് കൺമുന്നിലെന്ന്, അന്ധകാരം കൺമുന്നിൽ നിൽക്കുന്നുവെന്ന്, ലോകത്ത് അപരാധങ്ങൾ നിറഞ്ഞ ലോകമാണെന്ന്, അന്ധകാരം കാത്തിരിക്കുന്നുവെന്ന്, തിന്മകളുടെ മൂല്യനിരാശത്തിൻ്റെ അധാർമിക പ്രവർത്തനങ്ങളുടെ ഒരു ലോകം നമ്മുടെ കൺമുന്നിലുണ്ടെന്ന്, അതിൽ നിന്ന് മാറാൻ ശ്രമിക്കാം. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് തിന്മകൾ കടന്നു വരാതിരിക്കാൻ ശക്തമായ കോട്ട തീർക്കാം. നന്മയുടെ, ധർമ്മത്തിൻ്റെ, ധർമ്മബോധത്തിൻ്റെ മൂല്യങ്ങളുടെ ഒരു കോട്ട തീർക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിമകളം പോലെ ഒഴുകിയെത്തുന്ന വാഗ്ദ്വാരണികൾ കൊണ്ട് മണിക്കൂറുകളുടെ പ്രയാണം അറിയാതെ പ്രഭാഷണവേദികളിൽ വിസ്മയം തീർക്കുന്ന അത്ഭുത പ്രതിഭാശാലി